ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാനെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം നാടകമേ ഉലകം. നാടിനെയും ജനങ്ങളെയും കുറിച്ചുള്ള വേദനയും ഉത്കണ്ഠയും പ്രതീക്ഷയും ആശങ്കയും ചങ്കിൽ തട്ടുന്ന രീതിയിൽ പകർത്തി ജനപ്രീതി നേടിയെടുക്കാൻ ചില പടങ്ങൾ അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. തദ്ദേശ ഇലക്ഷൻ പടം ഫെസ്റ്റിവലിൽ കാണിക്കാനുള്ളതാണ് ഈ പടങ്ങളെല്ലാം. പെടാപ്പാടുപെട്ട് പലരും പല രീതിയിൽ തട്ടിക്കൂട്ടിയ പടങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. അസംബ്ലി ഫെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള ഈ ഫെസ്റ്റ് പലരെയും സംബന്ധിച്ച് നിർണായകമാണ്. മികച്ച നടനെയും സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും എല്ലാം തിരഞ്ഞെടുക്കാനുള്ള വിധി എക്കാലവും കഴുതയ്ക്ക് പേരുദോഷം വരുത്തിക്കൊണ്ടിരിക്കുന്ന പാവം ജനത്തിനാണ്. അവരാണ് ജൂറി മക്കൾ. ഇലക്ഷൻ ഫെസ്റ്റിനെത്തിയ ചില പടങ്ങളുമായി നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ഷൻ പടങ്ങളിൽ മിസ്റ്റർ നടേശൻ കഥയും സംവിധാനവും ചെയ്യുന്ന രഥയാത്രയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ബദലിനുള്ള സാധ്യത വളരെ ഭംഗിയായി തെളിഞ്ഞു നിൽപ്പുണ്ടെന്നും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. ഇത് വെറും പടമാണെന്ന വാദഗതിയുമായി ജൂറി അംഗം രംഗത്ത് വന്നു. മിസ്റ്റർ നടേശൻ, നിങ്ങളുടെ ആ പൂതി നടക്കാൻ പോകുന്നില്ല. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച മൈക്രോ ഫൈനാൻസ് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ ലാഭം മുഴുവൻ പ്രേക്ഷകർക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് പറ്റിച്ചതിനെതിരെയുള്ള രോഷം അദ്ദേഹം അടക്കി വെച്ചില്ല. ഇതാ നിങ്ങൾ കാട്ടിയ മൈക്രോ ഫൈനാൻസിനെ സംബന്ധിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ അതിനും നിങ്ങൾ ഉത്തരം പറയണ്ടേ? എന്താണിതെ പറ്റിയല്ല നിങ്ങൾ പറയുന്നത്? ന്യായസ്ഥനാണല്ലോ നിങ്ങൾ. ഇപ്പൊ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. അതിന്റെ സ്ഥിതി ഇത് തന്നെ ആയിരിക്കുമോ? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്ന കുട്ടി? അധ്യാപകരായി പ്രവേശിച്ചിട്ടുള്ളവരുടെ ശമ്പളം കേരള ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നാണ്. അതുകൊണ്ട് അതറിയാൻ കേരളത്തിലെ പൗരാവലിക്ക് ആകെ താല്പര്യമുണ്ട്. അവരെ എല്ലാം അത് അറിയിച്ചേ മതിയാകൂ. VS ഈ പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ഒന്ന് വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാമോ പൊതുശല്യമില്ലാതെ? വെള്ളാപ്പള്ളി നടേശന്റെ എന്നെ പള്ളു പറയുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. കണക്ക് ഞാൻ ചോദിച്ചതിന് എന്നെ എന്ത് വേറെയും പള്ളു പറഞ്ഞു. കണക്ക് വയ്ക്കേ എന്നാ. മറ്റു പടങ്ങളുടെ സംവിധായകരും നിർമ്മാതാക്കളും പ്രദർശനത്തിന് മുൻപ് തന്നെ ഈ പടത്തെക്കുറിച്ച് പുച്ഛത്തോടെയാണ് സംസാരിച്ചത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മൂന്നാം മുന്നണി വേരുറപ്പിക്കാൻ സാധ്യതയല്ല. അത് വിജയിക്കുന്ന പ്രശ്നമില്ല. ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ SNDP ഒരു ശക്തമായി ഒരു BJP മുന്നണിയോട് കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനേ സാധ്യതയില്ല. എന്നാൽ രഥയാത്രയുടെ സംവിധായകന് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ പടം ട്രെൻഡ് സെക്ടറാകുമെന്നാണ് ഡയറക്ടർ നടേശാദികൾ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ബദലിനുള്ള സാധ്യത വളരെ ഭംഗിയായി തെളിഞ്ഞു നിൽപ്പുണ്ടെന്നും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. അതുകൊണ്ട് സമുദായത്തിന് ഗുണമുണ്ടോ ദോഷം ഉണ്ടോ എന്ന് SNDP യൂണിയനാണ് ആലോചിക്കേണ്ടത്. 3 സംവിധായകർ ഒന്നിക്കുന്ന മറ്റൊരു ചിത്രവും മത്സരത്തിനുണ്ട്. 1, 2, 3,
നല്ല റിതമിട്ട് കൊടുക്കോ. ഒറ്റക്കെട്ട് എന്ന ചിത്രത്തിനെ കുറിച്ച് അണിയറ പ്രവർത്തകർ. കോൺഗ്രസിന് ഒരു വർഗീയതയോടും കോൺഗ്രസിന് മൃദു സമീപനമില്ല. മതേതരത്വത്തിന് നേരെ BJP ദേശീയ തലത്തിലുണ്ടാക്കുന്ന ഭീഷണി കേരളത്തിലും ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അരുവിക്കരയിലുണ്ടായ ജയം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും. കേരളത്തെ വർഗീയ കൂട്ടുകെട്ടിൽ കൊണ്ടെത്തിക്കാമെന്ന് ആര് ധരിച്ചാലും അത് ഇന്നുവരെ വിജയിച്ചിട്ടില്ല. വളരെ തൃപ്തികരമായ നിലയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച്, UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പ് രംഗത്ത് വൻ വിജയം നേടിയെടുക്കാൻ സാധിക്കും. അമിത്ഷാ, മോഡി കമ്പനി കേരളത്തിൽ അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അവർ കേരളത്തിൽ പച്ച തൊടില്ല. നല്ല റിതമിട്ട് കൊടുക്കോ. മികച്ച പ്രേക്ഷകർക്കുള്ള പ്രത്യേക ജൂറി അവാർഡും ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തുക്കട രാഷ്ട്രീയക്കാരൻ എന്നവൻ ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ കരുനീക്കുന്നതാണ്. BJPയോട് ചേർന്ന് നിന്നുകൊണ്ട് മത്സരിക്കാൻ തയ്യാറുള്ള ആരെയും ഞങ്ങൾ പിന്തുണക്കും. അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ജനവിധി എന്നാൽ ജനത്തിന്റെ വിധി എന്നായി മാറ്റുകയാണോ എന്ന ആശങ്കയ്ക്ക് ഏതായാലും ജനാധിപത്യ സമ്പ്രദായത്തിനോളം തന്നെ പഴക്കമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ബദലിനുള്ള സാധ്യത വളരെ ഭംഗിയായി തെളിഞ്ഞു നിൽപ്പുണ്ടെന്നും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. എല്ലാ കക്ഷികളും ആത്യന്തികമായി തമാശക്കാരാണെന്ന് ബോധ്യപ്പെടുന്നത് അവരുടെ പ്രകടന പത്രിക കാണുമ്പോഴാണ്. മിക്കവാറും ചില വെട്ടലും തിരുത്തലും മാത്രം മതിയാകും എല്ലാ കക്ഷികളുടെയും പ്രകടന പത്രികയ്ക്ക്. പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങൾ: കൂടുതൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കും, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. റോഡുകൾ കൂടുതൽ സഞ്ചാരയോഗ്യമാക്കും, പല സ്ഥലങ്ങളിലും ആശുപത്രിയിൽ പോകേണ്ടി വരുന്ന രോഗികൾക്ക് പോലും ആശുപത്രിയിൽ എത്താൻ കഴിയുന്നില്ല എന്നുള്ള പരാതികൾ അവർ നേരിട്ട് ഫോണിൽ വിളിച്ച് DGPയെയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിക്കുകയാണ്. എല്ലായിടത്തും തർക്ക പരിഹാര കേന്ദ്രങ്ങൾ. അതിനകത്ത് എൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
പാർട്ടി അച്ചടക്കത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് KPCCയുടെ നിലപാട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുകൾ സ്ഥാപിക്കും. റബ്ബർ കർഷകർക്ക് ആശ്വാസ നടപടി. വാഗ്ദാനങ്ങൾ കേട്ട് വാ പൊളിക്കണ്ട. ഇതെല്ലാം പ്രകടനങ്ങൾ, വെറും പ്രകടനങ്ങൾ. നാട്ടിൻപുറങ്ങളിൽ ഉത്സവച്ചായ പകർന്നാണ് പണ്ട് കാളച്ചന്തകൾ നടന്നിരുന്നത്. കൃഷി ആവശ്യത്തിനും വണ്ടി വലിക്കുന്നതിനുമൊക്കെയായി പല നാട്ടിൽ നിന്നും പല ജനസിൽപ്പെട്ട ഉരുക്കൾ കൂടുന്ന കളച്ചന്തകൾ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇന്ന് കാളച്ചന്തകളില്ല, പകരം ബീഫ് ഫെസ്റ്റുകളാണ്. അടുത്ത കാലത്തായി കറവക്കാരന് പോലും ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ ബീഫ് എന്ന സങ്കല്പം മാറി മറിഞ്ഞു. സോഷ്യൽ നെറ്റ്വർക്കിൽ ബീഫുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ. ബീഫ് കഴിക്കാതെ കേരളത്തിൽ ജീവിക്കാനുള്ള അവസരം ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാകണം. ബീഫ് ഫെസ്റ്റിവലിനെ സപ്പോർട്ട് ചെയ്യാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇത് കാളക്ഷേത്രമാണോ കലാക്ഷേത്രമാണോ എന്ന തർക്കം ഇപ്പോഴും തുടരുന്നു. നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നെ മേനി